പാലക്കാട്, തൃശൂർ ജില്ലകളുടെ രാഷ്ട്രീയ സൗന്ദര്യം ചേർന്ന ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. തൃശൂർ ജില്ലയിലെ 3-ഉം പാലക്കാട് ജില്ലയിലെ 4-ഉം നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ലോക്സഭാ മണ്ഡലം. കേരളത്തിലെ 2 സംവരണ മണ്ഡലങ്ങളിൽ ഒന്ന്. 2008-ൽ നടന്ന മണ്ഡല പുനർനിർണയത്തിനു ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും LDFിന്റെ PK ബിജുവിനായിരുന്നു വിജയം. മണ്ഡലം LDF കോട്ടയായി വിലയിരുത്തപ്പെട്ടു. എന്നാൽ 2019-ൽ UDFിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയ രമ്യ ഹരിദാസ് 1.5 ലക്ഷത്തിലധികം വോട്ട് നേടി അട്ടിമറി വിജയം നേടി. കോഴിക്കോട് നിന്നെത്തി ആലത്തൂരുകാരുടെ സ്വന്തം പെങ്ങളുട്ടിയായി മാറിയ രമ്യ ഹരിദാസിന് ഇക്കുറിയും വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF രമ്യ ഹരിദാസിനെ തന്നെ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രിയെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗോദയിലേക്ക് ഇറക്കിയിരിക്കുകയാണ് CPIM. ആലത്തൂർ മണ്ഡലത്തിൽ നിലവിൽ ഇതിലും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല എന്നാണ് K രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിലയിരുത്തുന്നത്. പാട്ടും പാടി സ്വന്തമാക്കിയ മണ്ഡലം നിലനിർത്തുക എന്നതാണ് സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസിന്റെ ലക്ഷ്യം. കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കുക, 2019-ന്റെ മുറിവുണക്കുക എന്നീ ദൗത്യങ്ങളാണ് K രാധാകൃഷ്ണനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. രമ്യ ഹരിദാസ് അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ ഇരുവരും മണ്ഡലത്തിൽ ഇപ്പോൾ സജീവമായി തന്നെ അവരുടെ പ്രചാരണ പരിപാടികൾ ശക്തമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികൾക്കും അവർക്ക് ഈ മണ്ഡലത്തിൽ അനുകൂലമായതും അതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ രമ്യ ഹരിദാസിന്റെ അത്തരത്തിൽ എന്താണ് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്നൊന്ന് പരിശോധിച്ചാലോ? ഈ രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് നമ്മൾ അനുകൂലമായ ഘടകങ്ങൾ പരിശോധിച്ചാൽ ഈ 2019-ൽ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു മുഖമായിരുന്നു രമ്യ ഹരിദാസ്. പക്ഷേ ഇവിടെ 5 വർഷം പ്രവർത്തിച്ച ഒരു MPയാണ്. ഈ സ്ഥാനാർത്ഥി തന്നെ ഈ പ്രചരണ വേളകളിലൊക്കെ നടത്തുന്നൊരു കാര്യം താൻ ഈ 5 വർഷം ഇവിടെ നിന്ന സമയത്ത് ജനകീയ മുഖം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ വളരെയധികം സാധാരണക്കാരായ ആളുകളാണുള്ളത്, അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധിച്ചു എന്നുള്ളതൊക്കെയാണ് MP പറയുന്നത്. അപ്പോൾ അത് തനിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് രമ്യ ഹരിദാസ് തന്നെ സ്വയം വിലയിരുത്തുന്നതും. അത് ഈ പാർട്ടിക്കുള്ളിലും അങ്ങനെ തന്നെ ഒരു വിശ്വാസമുണ്ട്. ഒപ്പം തന്നെ ഈ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ BJPയുടെ പല അജണ്ടകൾക്കെതിരെയും പോരാടിയ സമയത്ത് സസ്പെൻഷൻ ലഭിക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ ഈ രമ്യ ഹരിദാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പക്ഷേ UDFിലെ എല്ലാ MPമാർക്കും സമാനമായ രീതിയിൽ ഈ സസ്പെൻഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ താനും അതിൽ സജീവമായി തന്നെ പോരാടിയിട്ടുണ്ട് എന്നുള്ളതാണ് രമ്യ ഹരിദാസ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അപ്പോൾ തന്നെ ഇവിടെ നടത്തിയ പല വികസന പ്രവർത്തനങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ആളുകളാണ്, കർഷകരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പല ഇടപെടലുകളും വികസന പ്രവർത്തനങ്ങളും ഗുണം ചെയ്യുമെന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഈ അനുകൂലമായ ഈ ഘടകങ്ങൾക്ക് പുറമെ തന്നെ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളും ഉണ്ടാകും. എന്നിരുന്നാലും ഇപ്പോൾ അദ്ദേഹം പുറത്തുനിന്ന് വന്ന് മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 5 വർഷത്തിന് ശേഷം വീണ്ടും അതേ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു പ്രതികൂലമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഘടകങ്ങൾ? കഴിഞ്ഞ തവണത്തെ കുറേ ഫാക്ടറുകളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ A വിജയരാഘവന്റെ ഒരു വിവാദമായ പ്രസ്താവന, അത് അന്നത്തെ വലിയ വിവാദമായിരുന്നു. അത് രമ്യ ഹരിദാസിന് വോട്ട് നേടിക്കൊടുക്കാൻ കുറേയേറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ PK ബിജു ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹം 2 തവണ MP ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹത്തിനോട് ഇടത് കോട്ടയിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വോട്ടുകളൊക്കെ രമ്യ ഹരിദാസിന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇത്തവണ അങ്ങനത്തെ ഫാക്ടറുകളൊന്നും തന്നെ നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഇതുവരെ മത്സരിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ തോൽവി അറിഞ്ഞിട്ടില്ലാത്തൊരു സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. അപ്പം മത്സരം കടുക്കും. അത് എങ്ങനെ പോകുന്നറിയില്ല. പക്ഷേ പ്രതികൂലമായ ഒരു ഘടകങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെയാണ് രമ്യ ഹരിദാസിൻ്റെ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമുക്ക് K രാധാകൃഷ്ണൻ്റെ കൂടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും ശരിക്കും നമുക്ക് എടുത്തു പറയേണ്ടത്? ഈ ആലത്തൂരിൽ ഇത്രയും വലിയൊരു പരാജയം അതൊരിക്കലും ഇടതുപക്ഷം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം 1,50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് രമ്യ ഹരിദാസ് ജയിക്കുന്നത്. അപ്പോൾ ഇത്തവണ അതേ രമ്യ ഹരിദാസിനെ അവർ മത്സരിപ്പിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു മണ്ഡലം തിരികെ പിടിക്കണമെന്നുള്ള ഒരു വാശിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് ഈ ആലത്തൂർ മണ്ഡലത്തിൽ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിനെ തന്നെയാണ് അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. മന്ത്രിയായിട്ടുള്ള K രാധാകൃഷ്ണൻ തന്നെയാണ് അദ്ദേഹം. നമുക്കറിയാം ഈ ചേലക്കര മണ്ഡലത്തിൽ നിന്ന്, അതായത്
ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായിട്ട് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ എന്നത് തന്നെയാണ്. കാരണം സാധാരണക്കാരനായ തൊഴിലാളി, അദ്ദേഹം വളർന്ന് ഒരു രാഷ്ട്രീയക്കാരനാകുന്നു, മന്ത്രിയാകുന്നു, ഇപ്പോഴും അതേ സാധാരണക്കാരനായിട്ടുള്ള ജീവിതം അദ്ദേഹം നയിക്കുന്നു. അപ്പോൾ ഈ കർഷകരുടെ ഇടയിൽ നിന്നും വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് അതും ഒരു പോസിറ്റീവാണ്. ഇടതുപക്ഷ കോട്ട തന്നെ എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. നമുക്കറിയാം, ഇത് ഒറ്റപ്പാലം മണ്ഡലമായിരിക്കുന്ന സമയത്തും പിന്നീട് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇപ്പോൾ ആലത്തൂർ മണ്ഡലമായപ്പോഴും ആദ്യത്തെ 2 തവണയും വിജയിച്ചിട്ടുണ്ടായിരുന്നത് LDF ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഫാക്ടറുകളും വന്നതുകൊണ്ടാണ് പിന്നീട് ആ ഒരു വിജയം കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് എങ്ങനെ നോക്കിയാലും ഇതിനൊരു ഇടതുപക്ഷ കോട്ട എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഇടതുപക്ഷ കോട്ടയിൽ നിന്ന് മത്സരിക്കുന്ന ഇത്രയും ജനകീയനായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് രാധാകൃഷ്ണന് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എന്തെങ്കിലും ഒരു പ്രതികൂല ഘടകം ഉണ്ടാവും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി ബാധിക്കാവുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അദ്ദേഹം നിലവിലിപ്പോൾ മന്ത്രിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. അതായത് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായി സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നിലവിലെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആലത്തൂർ മണ്ഡലത്തിലായിരിക്കാം ഏറ്റവും കൂടുതൽ ഈ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ, അതായത് സംസ്ഥാന സർക്കാരിനോടൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയാൻ പോകുന്ന, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന മണ്ഡലം അത് ആലത്തൂർ തന്നെയായിരിക്കും. നെല്ല് സംഭരണത്തിൻ്റെ പണം കിട്ടാത്തത്, അതുപോലെ തന്നെ വിവിധങ്ങളായ പെൻഷനുകൾ കിട്ടാത്തത്, ഈ കൃഷിക്കാർ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ്, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം, അപ്പോൾ ഈ അടക്കമുള്ള അത്തരം പ്രാദേശിക വിഷയങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയുണ്ടാകുന്ന ഒരു മണ്ഡലത്തിൽ ഒരു മന്ത്രി മത്സരിക്കാൻ എത്തുമ്പോൾ അപ്പോൾ അതൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതവിടെ പ്രതിഫലിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല. മുതിർന്ന മാധ്യമപ്രവർത്തകൻ TV ചന്ദ്രശേഖരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ഏത് രീതിയിലാണ്, എന്തൊക്കെയായിരിക്കാം പ്രധാന ചർച്ചാ വിഷയം ആലത്തൂർ മണ്ഡലത്തിലെന്ന് അദ്ദേഹത്തിനൊരു വിശകലനമുണ്ട്. ഒരു കാര്യം പരിശോധിച്ചാൽ, ഇപ്പോൾ 2019 തിരഞ്ഞെടുപ്പിനെ UDF അഭിമുഖീകരിക്കുമ്പോൾ അന്ന് രമ്യ ഹരിദാസ് ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ളൊരു യുവജനതയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഈ ഷാഫി പറമ്പിൽ, VT ബൽറാം, അതുപോലെ തന്നെ അനിലക്കര അടക്കമുള്ള ആളുകൾ ഒരു ടീമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ രമ്യ ഹരിദാസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു തിരഞ്ഞെടുപ്പിലോട്ട് വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലൊരു ടീം രമ്യ ഹരിദാസിനില്ല. ഇത്തവണ അങ്ങനെ ഒരു സംയോജിത രൂപത്തിലുള്ള ഒരു പ്രചാരണം അവിടെ UDFൻ്റെ ഭാഗത്ത് ഇതുവരെ ദൃശ്യമായി എന്ന് പറയാൻ കഴിയില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അത് എത്രത്തോളം ഉണ്ടാവും എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ അടുത്ത വിജയ സാധ്യത. ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഈ ആലത്തൂർ മണ്ഡലത്തിലുണ്ടോ? അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാചക. അദ്ദേഹം പറഞ്ഞു, കെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു മന്ത്രിസഭയിൽ തുടരുകയല്ലേ നല്ലത്, അദ്ദേഹം എന്തിനാണ് ഇവിടെ മത്സരിച്ച് നമുക്ക് MP ആക്കേണ്ടത്? അതിൽ തന്നെ മറിഞ്ഞിരിക്കുന്ന ഒരു വസ്തുത, രാധാകൃഷ്ണനെ പറ്റിയിട്ട് പറയാനായിട്ടൊന്നുമില്ല, പ്രതിപക്ഷത്തിനുമില്ല, പ്രതിപക്ഷ നേതാവിനുമില്ല എന്ന് വേണം നമുക്കതൊന്ന് മനസ്സിലാക്കാൻ. ഈ ഒരു കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അതെ. ചുരുക്കം പറഞ്ഞ പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. അതുപോലെ തന്നെ കുരിയാർകൂറ്റി ജലസേചനമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. എക്കാലത്തും നെൽകൃഷിയാണ് ഇവിടുത്തെ ജീവതന്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നെല്ല് സംഭരണം, അത്തരം ഒരുപാട് പ്രാദേശിക വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള രാധാകൃഷ്ണൻ്റെ പ്രതിച്ഛായ, LDFൻ്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തന രീതി, ഇവ കൊണ്ടൊക്കെ മറികടക്കാൻ പറ്റും എന്നാണ് LDFൻ്റെ ഒരു പ്രതീക്ഷ. നന്ദു, ഇപ്പോൾ ഈ ആലത്തൂർ മണ്ഡലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഘടകമാകുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്.
അപ്പോൾ എന്തായിരിക്കും അത്തരത്തിൽ പ്രധാനമായും ആലത്തൂർ മണ്ഡലത്തിൽ നിൽക്കുന്ന പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെ ആയിരിക്കും? ഈ ആലത്തൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കർഷകരുമായി പെട്ട പ്രശ്നങ്ങളായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ കുറേ അധികം കാലം ചർച്ച ചെയ്ത പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം വെള്ളം കിട്ടാത്ത പ്രശ്നമാണ്. അങ്ങനെ ഏറ്റവും അധികം കർഷകർ ബുദ്ധിമുട്ടിയത് ഈ ആലത്തൂർ മണ്ഡലത്തിലെ തന്നെ ചിറ്റൂരിലാണ്. പല സ്ഥലങ്ങളിലും കൃഷി നശിച്ചു, കൃഷി പാതി വഴിക്ക് മുടങ്ങി, വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ മണ്ഡലത്തിലെ മന്ത്രി, ചിറ്റൂർ മണ്ഡലത്തിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹം കർഷകരെയാണ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ സർക്കാർ എങ്ങനെ ഇടപെട്ടു, അപ്പോൾ തന്നെ ഈ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഈ ഒരു MP-യുടെ ഇടപെടൽ എങ്ങനെയുണ്ടായിരുന്നു, ഇതൊക്കെ തീർച്ചയായിട്ടും ഇവിടെ ചർച്ചയും, അല്ലെങ്കിൽ കർഷകർ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നതിന് മുൻപെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ കുടിവെള്ള പ്രശ്നവും അവിടെ വലിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ ഈ വേനൽ കടുത്തതോടുകൂടി കുടിവെള്ളം വലിയൊരു ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളിലും ഇവരുടെ ഒരു ഇടപെടലുകൾ, ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടേതായ പ്രാദേശികമായ വിഷയങ്ങളായിരിക്കും ഈ ഒരു ആലത്തൂർ മണ്ഡലത്തിൽ ചർച്ചയാവുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ബെൻസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളിലെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ആലത്തൂരിലെ ഇലക്ഷനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളായി വരും. ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആര് മുൻപിട്ട് നിൽക്കും? CA അടക്കമുള്ള വിഷയങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്നത്. ED സംബന്ധപ്പെട്ട കേസുകൾ അടക്കം ഈ ഒരു ആലത്തൂർ മണ്ഡലത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. BJPക്ക് കിട്ടുന്ന വോട്ടുകൾ എത്രത്തോളം വോട്ട് കിട്ടും? ഒരു തരത്തിലും ഒരു വിജയ സാധ്യത BJPക്ക് ആലത്തൂർ മണ്ഡലത്തിൽ ഇല്ല എങ്കിലും അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഒരു പ്രധാന ചർച്ചയാണ്. കാരണം നമുക്കറിയാം, മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നടന്നിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായിട്ടും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ NDAക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. രമ്യ ഹരിദാസ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം വലിയ മാർജിനിൽ വിജയിച്ച വലിയൊരു തരംഗം, ഒരു ഓളം സൃഷ്ടിച്ചാണ് അന്ന് രമ്യ ഹരിദാസ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2ാം മത്സരത്തിന് രമ്യ ഹരിദാസ് ഇറങ്ങുന്നു. അപ്പോൾ ഇതുവരെ മത്സരിച്ച ഒരു സ്ഥലങ്ങളിലും പരാജയം കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് K രാധാകൃഷ്ണൻ. വളരെ സൗമ്യനും അതുപോലെ തന്നെ ജനകീയനുമായ ഒരു വ്യക്തി, മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തി മത്സരിക്കുന്നു. അപ്പോൾ LDFനാണെങ്കിലും UDFനാണെങ്കിലും മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നതിൻ്റെ തെളിവാണ് മന്ത്രി അടക്കം മത്സരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വളരെ ശക്തമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ നമുക്ക് കാണാം.